നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് വിശിഷ്ട അതിഥിയായിട്ടുള്ളത് ആറാട്ടണ്ണൻ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സന്തോഷ് വർക്കിയാണ്. നമസ്കാരം. നമസ്കാരം. പിന്നെ ഇപ്പോ നമ്മുടെ മാധ്യമത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാധ്യമത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ഹേമ കമ്മിറ്റിയുടെ വിഷയമാണ്, കമ്മീഷൻ റിപ്പോർട്ട്. അപ്പൊ അതിനെ കുറിച്ച് സന്തോഷ് വർക്കി ഏട്ടന് എന്താണ് പറയാനുള്ളത് ആ വിഷയത്തെ കുറിച്ച്? അറിയണ്ടല്ലോ, ന്യൂസിലെല്ലാം അറിയണ്ടല്ലേ, ഒരുപാട് പേര് പേരുമായിരുന്നു, പലരും രാജി വെക്കുന്നു. നമുക്ക് കുറെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇത് ചിലത് ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ ഇതിന് കുഴപ്പം പറഞ്ഞാൽ ഇത് വർഷങ്ങൾക്ക് പറഞ്ഞ മുമ്പായതുകൊണ്ട് തെളിവുകളില്ല, കോടതിയിൽ നിൽക്കുമെന്ന് അറിയില്ല. പലരും കേസ് കൊടുക്കാൻ വിമുഖമാണ്. രേവതി സമ്പത്തെല്ലാം സിദ്ദിഖിനെതിരെ കേസ് കൊടുക്കാൻ പേടിക്കുന്നു. സിദ്ദിഖിന് തെറ്റി കൊടുക്കും. അപ്പോൾ ആ സ്റ്റേജിൽ രേവതി സമ്പത്ത് കൊടുക്കുകയാണെങ്കിൽ റേപ്പ് കേസോടെ കേസൊക്കെയാണ് വരുന്നത്. ഇത് ആരൊക്കെയാണ് നമുക്ക് വളരെ അറിയാം, പറയാതെ തന്നെ. എന്തായാലും ഇത് WCCയുടെ വിജയമാണ്, ആക്രമികളുടെ നടിയുടെ വിജയമാണ്. സത്യം പുറത്ത് വരട്ടെ. അപ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ പുതിയ പുതിയ ആൾക്കാരുടെ പേര് വരികയാണ്. ഇതിൽ ചിലരുടെ പേര് ചിലപ്പോൾ വ്യക്തിപരമായി കൊണ്ട് ചാൻസലറോട് പറയണമാവാം. എന്തൊക്കെ വന്നാലും സത്യം പുറത്ത് വരട്ടെ, ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. പിന്നെ അതേപോലെ ഇപ്പോ സിദ്ദീഖ് രാജിവെച്ചു. ഇപ്പൊ മോഹൻലാൽ അടക്കം രാജിവെക്കുന്ന 17 അംഗങ്ങൾ വരെ രാജിവെക്കും. മോഹൻലാൽ രാജിവെച്ച ആവശ്യമില്ല. മോഹൻലാൽ വലിയ ആരോടും വന്നില്ല. ഇതിന് രാജിവെച്ച് അറിയില്ല. ഇനി പുള്ളിക്കും മീഡിയ പ്രേക്ഷകർ കൂട്ടണോ അറിയില്ല. ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞാണ് സംസാരിച്ചിട്ടുണ്ടായത്. ഇന്നലെ പ്രശ്നം ഇല്ല. പൃഥ്വിരാജെല്ലാം അമ്മയുടെ ബെസ്റ്റ് അയക്കുന്ന നന്നായി. അങ്ങനത്തെ കാപട്യമില്ലാത്ത കള്ളത്തരമില്ലാത്ത യങ്സ്റ്റേഴ്സ് വരുന്ന നന്നായി. ഇപ്പൊ അതേപോലെ കുറെ പണ്ടുവിന്റെ പ്രശ്നമുള്ള ഒരു ഓർഗനൈസ് ശാന്തകുമാറിനോട് പ്രശ്നമാക്കി പോയതാണ്. പിന്നെ അതേപോലെ ഇപ്പോ മെയിൻ പറയാനുള്ളത് എന്തെന്ന് വെച്ചാല് കുറെ ന്യൂ ജനറേഷൻ ആൾക്കാർ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പൊ വാഴ, അതിലൊക്കെ കുറെ പുതുമുഖങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. വാഴ തിരിക്കാൻ കാരണം ഈ പ്രേമ ക്ലാസ്മേറ്റ്സ് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാണ് പടമാണ്. അതുകൊണ്ട് എത്ര ഹിറ്റായത്. പിന്നെ അതേപോലെ ഫസ്റ്റ് മലയാള സിനിമയിൽ ഒരു പീഡന ഒരു ഇത് വന്നത് ദിലീപിന്റെയാണ് അല്ലെ. അതിനുശേഷം ഒരു പെട്ടെന്നാണ് സുപ്രഭാതത്തിൽ എല്ലാം നടി പോയി കേസ് കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നടക്കില്ല. പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കുറെ ആൾക്കാരെ പേരുകൾ വരാന് സാധ്യതയുണ്ട് അല്ലെ. പിന്നെ ഇപ്പൊ മലയാള സിനിമയില് എല്ലാ സിനിമയും കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ആറാട്ടന്, സന്തോഷ് വർക്കിയേട്ടൻ. അപ്പോ മലയാള സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു താല്പര്യം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? സിനിമയിൽ വിളിച്ചാൽ അഭിനയിക്കും, അത്രേ ഉള്ളൂ. അത് അഭിനയത്തോട് വലിയ അങ്ങനെ ഒരു പാഷനൊന്നും. ഇപ്പൊ ഇതുവരെ സിനിമയിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അഭിനയിച്ചു 2 സിനിമയിൽ. നല്ല വിഷയമാണ്. പിന്നെ വേറെ വിപിനാക്ഷൻ അതിന്റെ പടം അത് പുറത്തു വീടുന്ന അറിയില്ല. 3 പടത്തിൽ അഭിനയിച്ചു, 5 ഷോർട്ട് ഫിലിം അഭിനയിച്ചു. അഭിനയത്തോടാണ് വലിയ പാഷനൊന്നും ഇല്ല. പിന്നെ അതേപോലെ ഈ മലയാള സിനിമ അമ്മ സംഘടന അല്ലെ, അതേപോലെയുള്ള ഇപ്പൊ മാപ്പിളപ്പാട്ട്, അതേപോലെ ഗായകന്മാരെ ഒരു സംഘടന, കാര്യങ്ങള് ഇതൊക്കെ നിലവില് ഉള്ള ഒരു സംഘടനയാണ്. അപ്പൊ അതിലും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ ഫീൽഡിലും ഉണ്ട്. സിനിമയിൽ നല്ല കലാപാത്രമല്ല, രാഷ്ട്രീയ ഇവർക്ക് കള്ള്, പെണ്ണ്, ഡ്രഗ്സ് അങ്ങനത്തെ കാര്യമല്ല. അവരുടെ സർഗാത്മകതയ്ക്ക് ഒരു ഫാക്ടറാണ്. മിക്ക കലാകാരന്മാര് പെൺകുടിയന്മാരാണ്, കള്ളു കുടിക്കുന്നവരാണ്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് കള്ളും പെണ്ണും ഡ്രഗ്സിന് സിനിമ ഫീൽഡിൽ ഇത്രയും കൂടാൻ കാരണം. ഇപ്പോ രാഷ്ട്രീയത്തിലായാലും ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാ ഫീൽഡിലും ഉണ്ട്. അല്ലെങ്കിൽ കള്ളും ഡ്രഗ്സിൽ ഇത്ര കൂടാൻ കാരണം ഇതൊക്കെ ഈ സർഗാത്മകത ഭാഗമായിട്ടാണ്. ഇപ്പോ അതേപോലെ തന്നെ ഇപ്പോ ഇനി വരുന്ന ന്യൂ ജനറേഷൻ ആൾക്കാർ ഇപ്പൊ കുറെ വിവാദങ്ങൾ വന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് കൂടുതലും വെളിപ്പെടുത്തുന്നുള്ളത്. അതേപോലെ മെയിൻ ആക്ട്രസ്മാർ, നടിമാർ, അവരൊന്നും വെളിപ്പെടുത്തലായിട്ട് മുമ്പോട്ട് വന്നതായിട്ട് റിപ്പോർട്ടില്ല. ചെറിയ നടിമാർ പറയാൻ കാരണം വഴയും കുറച്ച് ആൾക്കാരാണ് വലിയ നടിമാരെ മാറിയിരിക്കുന്നത്. വഴങ്ങാത്തവരാണ് വലിയ നടിമാരാവാത്തത്. അതുകൊണ്ടാവാം വലിയ നടിമാരൊന്നും പറയാത്തത്. അവരുടെ വഴയും കുറച്ചാണ് ഇവിടെ വരെ എത്തിയത്. ആൾക്കാർ പറയാൻ പറ്റില്ല. അതേപോലെ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ WCC ആക്രമിയുടെ അടി കാരണമാണ് ഇത് വന്നത്, ഈ ഹേമാമേശ്വരം വന്നത്. എന്തായാലും ആളുകളുടെ പേര് പുറത്ത് വരണം. ഇപ്പോൾ പല ആൾക്കാരും, മുകേഷ് പല ആൾക്കാരും രാഷ്ട്രീയപരമായിട്ട് ഇൻവോൾവ് ചെയ്ത് എപ്പോഴും പറഞ്ഞില്ലേ ഹേമകമ്മേശ്വരം പോയിട്ട് പേടിക്കാൻ ഡാമേജ് ഒന്നും ഇല്ലാതെ. അപ്പോൾ എന്തുകൊണ്ടെന്നല്ലോ
ഒരു സത്യം പുറത്ത് കട്ടേക്കാം. ഇത് തന്നെ ഇവരെ കേസ് കൊടുക്കണം. രേവസമ്പത്ത് പോലും സിദ്ദിഖിനെതിരെ കേസ് കൊടുത്തിട്ടില്ല. കേസ് കൊടുക്കണം, ശിക്ഷിക്കപ്പെടണം. പക്ഷെ മെഡിക്കൽ തെളിവുകൾ ഇപ്പോൾ ഉണ്ടാവില്ല. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ പിന്നെ ഡിജിറ്റൽ തെളിവുകളുണ്ട്, ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. അത് വെച്ചാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഇത് അറസ്റ്റ് നടക്കും, പക്ഷേ കോടതി തന്നെ നിൽക്കുമെന്ന് അറിയില്ല. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ച സമയത്ത് പറഞ്ഞില്ല. വർഷമാണ് കാട്ടുമുഖ നടി ആപത്തിനെ പറഞ്ഞുകൊണ്ടാണ് കേസ് സ്ട്രോങ് ആയത്. ദിലീപ് ഒരു സമയത്ത് ഇതേപോലെ വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയാണ്. ദിലീപിന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിൽ എന്തെങ്കിലും ദിലീപ് അറിയില്ല. ഗ്രൂപ്പിൽ പറയാൻ ദിലീപ് ഉണ്ടെന്ന് അറിയില്ല. ഒരു സമയത്ത് ദിലീപിന്റെ കയ്യിലായിരുന്നു മനോജ് ശർമ്മ. പിന്നീട് ദിലീപിന്റെ കയ്യിലാണ് മനോജ് ശർമ്മ. അറിയാൻ സംശയമില്ല. അതെ, ദിലീപ് ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും കളിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ ഫീൽഡിലൊക്കെ പറയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാലത്ത് മലയാള സിനിമ ഫീൽഡ് ദിലീപിന്റെ കയ്യിലായി. ദിലീപ് രസമാണെന്ന് തിലകൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. വൈരാഗ്യമുള്ള ആളാണ്, അങ്ങനെയുള്ള അത് നല്ല മനുഷ്യമൊന്നുമല്ല. പിന്നെ അതേപോലെ ഇപ്പൊ എത്രയോ ആൾക്കാർ പുതുമുഖങ്ങൾ വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഈ മമ്മൂട്ടി മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു അറിയാൻ പറ്റില്ല. മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പൊ അറിഞ്ഞത്. അതെ, അവര് അഭിനയിക്കും. നോക്കി അവർ കുറച്ച് വഴിമാറി കൊടുക്കാൻ വർഷമായില്ല. ഇനി അവരിട്ടാൽ അവര് വീട്ടിലിരിക്കട്ടെ. അതെ, മമ്മൂട്ടി മോഹൻലാലിന്റെ കഴിവ് ഇനി ഉപയോഗിച്ചിട്ടില്ല. ഇനിയും പല റോൾ ചെയ്യാണ്. മമ്മൂട്ടിക്ക് ആക്ടിങ്ങിനോടും സിനിമയോടും പാഷനാണ്. ഇപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല. ഇനിയും പല റോൾ ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല, അവർ മാറിക്കൊടുക്കണ്ട. അവർ നിന്നുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പൊങ്ങി വരാം. മലയാള സിനിമ ഒരു കാലഘട്ടത്തില് അവര് മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും അവരെ മക്കളെ അനിയന്റെ മക്കള്, പെങ്ങടെ മക്കള്, അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തില് മലയാള സിനിമ. ഇന്നത് കുറെയൊക്കെ മാറി. മമ്മൂട്ടിയുടെ റിലേറ്റീവ് പെങ്ങളുടെ മോനെന്നല്ലേ DNA അഭിനയിച്ചത്. മോഹൻലാലിന്റെ ആകെ പ്രണവ് മാത്രമേ ഉള്ളൂ. മമ്മൂട്ടിയുടെ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. അത് മോഹൻലാലിന്റെ ഭാഗം പ്രണവ് അഭിനയത്തിൽ വരുമ്പോ ഫസ്റ്റ് അഭിനയം വരുമ്പോ അവര് അണുവിന്റെ പ്രഷർ മനസ്സിലാണ്. എല്ലാവരും പ്രണവിനെ കമ്പനി മോഹൻലാലിലേക്കാണ്. ഇവര് ഫസ്റ്റ് അനുസരിച്ചാണ് ഉള്ളത്. കഴിവെന്ന് വേണം. കാരണം പണ്ട് പ്രേമനസിന്റെ മകൻ ഷാനവാസിൽ വന്നിട്ട് പോയതാണ്. പിടിച്ചു കഴിഞ്ഞെങ്കിൽ കഴിവെന്ന വേണം. എത്രയോ നടന്മാരുടെ മക്കൾ വന്നിട്ട് ഒന്നും മലയാള സിനിമയിൽ നിന്ന് കുറച്ച് മാറുന്നൊക്കെ പറയുന്നുണ്ട്. ദുൽഖർ നല്ല മനസ്സിലേക്കാണ്, ആ മനസ്സിലായി. പക്ഷെ വലിയ കഴിവുള്ളതായി തോന്നുന്നില്ല. മമ്മൂട്ടിയുടെ കാര്യങ്ങൾ ദുൽഖർ ഉണ്ടാവില്ല. ദുൽഖർ പിടിച്ചിരിക്കാൻ പറ്റില്ല. ദുൽഖർ വളരെ പാവമാണ്. ദുൽഖറിന്റെ പാൻ ഇന്ത്യ സ്റ്റാറാക്കി കൂടി മമ്മൂട്ടിയുടെ ബുദ്ധിയാണ്. അത് ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടിയുടെ പേരൊക്കെ ചെറുതായിട്ട് അങ്ങനത്തെ അത് വളരെ ഡീസന്റ് ആണ്. മമ്മൂട്ടിയുടെ പേര് ഒരിക്കലും വരില്ല. മമ്മൂട്ടി, ജഗദീഷ് ഇവരൊക്കെ വളരെ മാന്യമാരാണ്. വീഡിയോസ് ഒക്കെ അറിയാം. മമ്മൂട്ടി ഈ ടൈപ്പ് അല്ല. അല്ല, മുകേഷ് അത് പറഞ്ഞല്ലോ. മുകേഷ് ലാലേട്ടന്റെ പേര് വരാത്ത ബിക്കോസ് വീട്ടിലേക്ക് നടന്നുകൊണ്ടാവാം. അല്ലെങ്കിൽ വീട്ടിലേക്ക് നടന്നുകൊണ്ടാവാം. അല്ലെങ്കിൽ വീട്ടിന്റെ പേര് വരേണ്ടതാണ്. ഓക്കെ, എന്നാ നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് മാതൃകമായി ശിക്ഷിക്കട്ടെ. പിന്നെ ഇതെല്ലാം വെറുതെ കുറ്റാരോപണം കൊണ്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. അവർക്കെതിരെ മനസ്സ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. എന്തായാലും ജനങ്ങളുടെ മലയാള സിനിമയിൽ ശുദ്ധീകരണം ഉണ്ടാവട്ടെ. ഇപ്പൊ ഈ അമ്മയിലെ ആൾക്കാർ പിന്മാറിയല്ലോ, പുതിയ ഒരു ശുദ്ധീകരണം മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.